ഇവിടെ രണ്ട് ബാച്ചിലേഴ്സ് മാത്രം താമസിക്കുന്ന റൂമിലാണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം വെച്ച് ഗേൾസ് യൂസ് ചെയ്യുന്ന സ്റ്റിക്കർ പൊട്ട് കണ്ടെത്തുകയാണ്. ആ പൊട്ട് കാണുന്ന സമയത്ത് ഹീറോന്റെ കൂടെയുള്ള റൂംമേറ്റ് ആണെങ്കിൽ അവനായിരിക്കും സംശയിക്കുന്നുണ്ടാവുക. കാരണം അതിന് 2 ദിവസം മുന്നേ ആയിരിക്കും ഹീറോന്റെ ഗേൾഫ്രണ്ടിന് വയ്യാന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ പൊട്ട് അവളുടെ അല്ലാന്ന് ഹീറോ പറഞ്ഞാലും അവന്റെ റൂംമേറ്റ് ആണെങ്കിൽ വിശ്വസിക്കുന്നുണ്ടാവില്ല. പകരം ഇതുപോലെ പെണ്ണിനെ കൊണ്ടുവരികയാണെങ്കിൽ നീ റൂമിൽ നിന്ന് ഒഴിഞ്ഞു പോകണം പറഞ്ഞ് ദേഷ്യപ്പെടും. അങ്ങനെ ആ ദിവസം നൈറ്റാണെങ്കിൽ ഹീറോ വർക്കിന് വിടുന്ന ഡ്രസ് മാറുന്ന സമയത്താണെങ്കിൽ അവൻ ഷട്ടിൽ നിന്ന് വീണ്ടും ഒരു ഹെയർ ബാൻഡ് താഴെ വീഴും. അത് കാണുന്ന സമയത്ത് വീണ്ടും ആ റൂംമേറ്റ് ആണെങ്കിൽ ഹീറോനെ സംശയിക്കുകയാണ്. നിനക്ക് ഇന്നും പെണ്ണല്ലാതെ വേറെ പണിയൊന്നുമില്ലെന്ന് പറഞ്ഞ് ചൂടാവുകയാണ്. കാരണം 2 മാസമായിട്ട് വാടക പൈസ കൊടുക്കുന്നതാണെങ്കിൽ അവനായിരിക്കും. അത് കേൾക്കുന്ന ഹീറോണെങ്കിൽ ദേഷ്യപ്പെടാണ്. കാരണം അവൻ പറയുന്ന പോലെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. നിനക്കുള്ള പൈസ നാളെ ഞാൻ തരാന്ന് പറഞ്ഞ് ദേഷ്യത്തിലെ റൂമിൽ നിന്ന് ഇറങ്ങി എന്റെ ഫ്രണ്ടിനെ വിളിക്കുകയാണ്. അവനോട് 2000 രൂപ പെൻഡിങ് അയച്ചിടാൻ പറയും. കൂടാതെ റൂമിൽ നടന്ന കാര്യങ്ങളും അവനോട് പറയാണ്. എന്നാൽ ആ സമയത്തായിരിക്കും പോലും പ്രതീക്ഷിക്കാതെ ഹീറോ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതിന് മുന്നേ റൂമിലുണ്ടായിരുന്ന ഇവന്റെ ഫ്രണ്ടും എക്സ്പീരിയൻസ് ചെയ്ത കാര്യം പറയുക. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇവൻ അന്വേഷിക്കുമ്പോഴായിരിക്കും ഇവർക്ക് മുന്നേ വീട്ടിലൊരു ഫാമിലി ഉണ്ടായിരുന്ന കാര്യം ഹീറോ കണ്ടെത്തുക. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം അതിൽ കൂടിയായ ഹസ്ബൻഡ് ആണെങ്കിൽ 2 മക്കളെയും അവന്റെ വൈഫിനെയും ചെറിയ സ്വയം തീ കൊളുത്തി മരിച്ചിട്ടുണ്ടാവും. ഈ കഥകളെല്ലാം അറിയുന്ന ഹീറോന്റെ ഫ്രണ്ട് ആണെങ്കിൽ പെട്ടെന്ന് അവനോട് റൂമിൽ നിന്ന് മാറാൻ പറയാണ്. എന്നാൽ ആ ദിവസം ആണെങ്കിൽ വീണ്ടും ആ റൂമിൽ ഒരു പെണ്ണിന് തലമുടി കണ്ടെത്തും. ആ റൂമിലുള്ളത് ശരിക്കും പേരെന്ന് അറിഞ്ഞിട്ട് ഹീറോന്റെ ഫ്രണ്ട് പറഞ്ഞ പോലെ അവനാണെങ്കിൽ ഒരു ചടങ്ങ് സെറ്റ് ചെയ്യും. ഇവന്റെ കൂടെയുള്ള റൂമിറ്റ് ആണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റിന് പോകുകയാണ്. സോ ഹീറോ ഒറ്റയ്ക്കായിരിക്കും. അങ്ങനെ 3 മെഴുതിരി കുളിച്ച് വെച്ചാൽ ഒരു ചാടി യൂസ് ചെയ്ത് കെട്ടുകയാണ്. അതിനിടയിലേക്കാണെങ്കിൽ ആ റൂമിലായിട്ട് സാധനങ്ങളെല്ലാം വെക്കുകയാണ്. ഇവന്റെ 2 തുള്ളി ബ്ലഡ് അവിടെ വിട്ട ശേഷം പെട്ടെന്ന് റൂമിൽ നിന്ന് വെളിയിൽ പോകുന്നതായിരിക്കും. പക്ഷേ ഹീറോനെ ചെയ്യുന്നുണ്ടാവില്ല. പകരം ഒരു ക്യാമറ ഓൺ ചെയ്ത് കാത്തിരിക്കുകയാണ്. കറക്റ്റ് 30 സെക്കൻഡ് എഴുതുമ്പോൾ മെഴുതിരിയാണെങ്കിൽ താൻ അണിഞ്ഞു പോകണം. അങ്ങനെ പോകുന്ന സമയത്താണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ആ തിങ്സ് അവിടെ നിന്ന് കാണാതാവുകയാണെങ്കിൽ റൂമിൽ പ്രേതോടുന്ന് ഉറപ്പിക്കാന്ന് പറയും. അങ്ങനെ 30 സെക്കൻഡ് എഴുതുമ്പോൾ എന്റെ ഫ്രണ്ട് പറഞ്ഞ പോലെ മെഴുതിരിയാണെങ്കിൽ താനെ അണിഞ്ഞു പോകുകയാണ്. വെളിയിൽ ആരെ പാസ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. പെട്ടെന്ന് ആരോ ഡോറി ഒന്ന് തല്ലാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് ഒരു കുപ്പി വളർന്ന റൂമിൽ വീഴും. പക്ഷെ ഇവിടെ ചുസ്റ്റായിട്ട് ഇതെല്ലാം ചെയ്താണ് ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന റൂംമേറ്റ് ആയിരിക്കും. അവന്റെ അനിയൻ വരുന്നതുകൊണ്ട് തന്നെ ഹീറോനെ റൂമിൽ നിന്ന് പറഞ്ഞേക്കാൻ വേണ്ടി ചെയ്ത് പറയുകയാണ്. പക്ഷെ ഇവൻ ഇങ്ങനെ ഐഡിയ കിട്ടിയത് ആദ്യം ആ റൂമിൽ നിന്ന് പൊട്ടിയിട്ട സമയത്താണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ആ പൊട്ട റൂമിൽ കൊണ്ടുവന്ന് ഹീറോ അല്ല അവന്റെ റൂംമേറ്റും അല്ലാന്ന് ഹീറോ മനസ്സിലാക്കുകയാണ്. ഇവൻ ചെയ്ത ചടങ്ങിൽ നിന്ന് കാണാതായത് പൊട്ട് മാത്രമായിരിക്കും. ആ സമയത്ത് പെട്ടെന്ന് ആ റൂം ഡോറാണെങ്കിൽ അടയാണ്. കൂടാതെ അവിടെ ഒരു പെണ്ണിന്റെ കൈ വന്ന് ജനാലി അടയ്ക്കും.